എല്ലാവർക്കും നമസ്കാരം. ഒരു ചോദ്യം വന്നതാണ്. ഏറ്റവും നല്ല രാജ്യം, MBBS പഠിക്കാൻ ഏറ്റവും നല്ല രാജ്യം, ഏജൻസി ഇല്ലാതെ എങ്ങനെ പോവാം, എത്ര ഫീസ് ആവും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിരന്തരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 3-4 ചോദ്യങ്ങൾ ഇത്തരത്തിൽ തന്നെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അതിനകത്ത് വന്നൊരു ചോദ്യമാണ് ഏറ്റവും നല്ല രാജ്യം MBBS പഠിക്കാൻ. അപ്പം നമ്മളിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് 2021 ശേഷം NMCയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് എവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം, അവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം, ലാംഗ്വേജ് ഒരു പ്രശ്നമാവരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അംഗീകരിച്ചുള്ള കുറച്ച് രാജ്യങ്ങൾ നമ്മുടെ NMC ഗൈഡ് ലൈൻ തന്നെ കിടപ്പുണ്ട്. ആ രാജ്യങ്ങളിൽ മാത്രം പോവുക. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അങ്ങനെയുള്ള രാജ്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് പാകിസ്ഥാൻ ആൾറെഡി അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഗവൺമെൻറ് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ ആ ലിസ്റ്റിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെയും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, വാർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെയും നടക്കുന്നുണ്ടുള്ള റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളനുസരിച്ച് ഈ രണ്ട് രാജ്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, അസർബൈജാൻ അങ്ങനെ ഒരുപാട് വേറെ രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് പഠിക്കുക. ഇപ്പോൾ 1 ലക്ഷം രൂപ, 2 ലക്ഷം, 1.5-2 ലക്ഷം രൂപയ്ക്ക്, 3 ലക്ഷം രൂപയ്ക്ക് ആ ഒരു റേഞ്ച് ആണെന്നാണ് പലരും പറയുന്നത്. എക്സാക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. ആ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ കാണുന്ന അഡ്വർടൈസ്മെന്റിലും കാര്യങ്ങളും കാണുന്ന ആ ഒരു ഫിഗറിൽ ശരിക്കും ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. 12 ലക്ഷം രൂപയ്ക്ക് MBBS പഠിക്കാമെന്നാണ് എൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എൻ്റെ ടോട്ടൽ കോസ്റ്റ് ഏകദേശം ഒരു 30+ ആയിട്ടുണ്ട് എല്ലാം കൂടെ. കാരണം നമ്മൾ ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ ഫീസ് എന്ന് പറയുന്നത് 3 പോയിൻറ്റ് സംതിങ് ആണ്, 3.5 അല്ലെങ്കിൽ ആ റേഞ്ച് ആവും. പ്ലസ് ഹോസ്റ്റൽ ഫീസ് പ്ലസ് അതർ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 അറൗണ്ട് ആവും. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ്, ബാക്കി കാര്യങ്ങൾ. പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം, MBBS കഴിഞ്ഞ ശേഷം നമുക്ക് ഇതെടുക്കേണ്ടി വരും. എംബസി പോയിട്ട് അവിടെ നിന്ന് കുറേ ഡോക്യുമെൻറ്റും കാര്യങ്ങളും സീൽ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് ആവും. ഒരു നല്ലൊരു എമൗണ്ട് ആവും അതിനെല്ലാം കൂടെ. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പം ഈ 12 ലക്ഷം എന്ന് പറയുന്നത് വലിയ തെറ്റിദ്ധാരണ മാത്രമാണ്. അത്രയൊന്നും അല്ല. അതിൻ്റെ ഒരു 3 ഇരട്ടി, ഒരു 3x എങ്കിലും എക്സ്ട്രാ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരേണ്ട സമയത്ത്. അപ്പോൾ അത് പ്രയറായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഇവിടെ പോകാൻ പറ്റുന്നത് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത് ജർമ്മനിയിലായിരിക്കും. കാരണം ജർമ്മനി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MBBS ചെയ്യാൻ പറ്റും, MD ചെയ്യാൻ പറ്റും. അവിടുത്തെ ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതി. ലൈഫ് സെറ്റായിരിക്കും. ലൈഫ് സെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടേംസ് നല്ലൊരു ക്വാളിറ്റി ലൈഫായിരിക്കും, നല്ല ക്യാഷ്, എല്ലാ കാര്യങ്ങളും കാണും. അപ്പം ആ രീതിയിൽ കണ്ടിട്ട് മുന്നോട്ട് പോകുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മെയിനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതെന്ന് പറയുന്നത് ഈ പുറത്ത് പഠിച്ച് തിരിച്ചു വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. ഒരുപാട് പേരിപ്പം അഡ്മിഷൻ, ഇപ്പം നീറ്റിൻ്റെ UG എക്സാം കഴിഞ്ഞ ശേഷം തന്നെ ഇതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളും നടത്തി വരുന്നുണ്ട്. ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചോദിക്കാൻ, ഐ വിൽ ഹെൽപ്പ് യു ഇൻ ദാറ്റ് പാർട്ട്. അപ്പം അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലോൺ എടുത്ത് പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പലരും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു 10-25 ലക്ഷം രൂപ ലോൺ എടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. ഈ ലോൺ എടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 വർഷത്തിൻ്റെ ഒരു നമുക്കറിയാം ബാങ്ക് എടുക്കുന്ന പലിശയും കാര്യങ്ങളും. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് FMG എക്സാം അല്ല ഇനി പോകുന്ന കുട്ടികളെ സംബന്ധിച്ചോളം നെക്സ്റ്റ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആണ്. 4 സബ്ജക്റ്റോ 5 സബ്ജക്റ്റോ മാത്രമേ എക്സാമിന് കാണത്തുള്ളൂ. അപ്പം അത് ക്ലിനിക്കലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കുള്ള സിമ്പിൾ അല്ല. FMG എക്സാമിനേഷൻ്റെ 10-15% ആണ് ഇപ്പോഴത്തെ ഒരു പാസിംഗ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് വരുന്ന സമയത്ത് അത് 5 താഴെ ആയിരിക്കും. 100% എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. 5% താഴെ മാത്രമേ അതിൻ്റെ പാസിംഗ് പെർസെൻറ്റേജ് വരത്തുള്ളൂ. വളരെ ടോപ്പായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പാസ്സായി പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. കാരണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ലെവലുള്ള എക്സാമിനേഷനാണ്. ക്ലിനിക്കൽ സ്കില്ലും വേണം, തിയറിറ്റിക്കൽ നോളജും വേണ്ടി വരും. അപ്പം ഇത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇതിൻ്റെ കോച്ചിങ് എടുത്ത് 2-3 വർഷം കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാലുള്ള അവസ്ഥയും കൂടെ പറഞ്ഞുതരാം. ശമ്പളം വളരെ കുറവാണ്. ഞാൻ കേരളത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞതാണ്. ഞാൻ മലയാളത്തിൽ പറയാനുള്ള കാരണം അതാണ്. കേരളത്തിൽ ശമ്പളം വളരെ കുറവാണ്. ഇപ്പോൾ ഒരു കേരളത്തിലെ ടോപ്പ് മെഡിക്കൽ കോളേജ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് വരെ നമുക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു 40-60 ആണ്. അതിൻ്റെ അപ്പുറം ഇല്ല. അപ്പം ഇത്രയും ചെറിയ ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ എടുത്ത ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു 10-15 വർഷം ലോൺ അടയ്ക്കാൻ വേണ്ടി മാത്രം പോകേണ്ടി വരും. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ MBBS പഠിക്കുന്നേക്കാളും ബെറ്റർ ഇപ്പോൾ ഫിസിയോതെറാപ്പി പഠിച്ചാൽ നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ ആ ഒരു പേര് കിട്ടും. അപ്പോൾ ഫിസിയോതെറാപ്പി പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ഉള്ള ബാക്കി പല കോഴ്സുകളുണ്ട്. ഡിഗ്രി കോഴ്സിലെടുത്തിട്ട്
PSC വഴി ഗവൺമെൻറ്റിൽ കയറാം. അപ്പോൾ എൻ്റെ ഇവിടെ പഠിച്ച പലരും എന്നെക്കാളും ഒരു 3-4 വർഷം മുന്നേ ഗവൺമെൻറ്റിൽ കയറി സെറ്റിലായി നല്ല രീതിയിൽ കല്യാണം കഴിച്ച് പോയ ഒരുപാട് പേരെ നമുക്കറിയാം. അപ്പം ഇന്ന് എൻ്റെ ബാങ്ക് ബാലൻസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവസ്ഥ. ഒരു 4,000 സംതിങ് മാത്രമേ ഉള്ളൂ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ്. അപ്പം അതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കേരളത്തിൽ മെഡിക്കൽ PG ചെയ്യാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈഫൻഡ് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ഈ കഴിഞ്ഞ മാസത്തെ സ്റ്റൈഫൻഡ് ഇതുവരെ വന്നിട്ടില്ല നമുക്ക്. ഇപ്പോൾ 8-ാം തീയതി എന്താണ്ട് ആവാറായി, ഇതുവരെ വന്നിട്ടില്ല. ഇനി അത് എന്ന് വരും എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ലോൺ എടുത്ത് പഠിക്കുന്നവർ അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ആ കാലഘട്ടം കഴിഞ്ഞു. മെഡിസിൻ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു ഗ്യാരണ്ടീഡ് ലൈഫ് എന്ന് പറയുന്നത്. അത് ടോട്ടലി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. കാരണം അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ തൊട്ടടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സിറ്റിയിലല്ല, ഒരു വില്ലേജ് പ്ലേസ് ആണ്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ പോകണം സിറ്റിയിലേക്ക്, അല്ലെങ്കിൽ 10-15 കിലോമീറ്റർ പോകണം സിറ്റിയിലേക്ക്. അപ്പം എൻ്റെ ഈ ചെറിയ വില്ലേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-ൽ പുറത്ത് ക്ലിനിക്കുണ്ട്. MBBS ഡോക്ടേഴ്സ്, PG ഡോക്ടേഴ്സ്, MD മെഡിസിൻ കഴിഞ്ഞ ആൾക്കാർ ഇരിക്കുന്ന പല ഹോസ്പിറ്റലും നമ്മളെ മുന്നിലുണ്ട്. അപ്പം ഇനി ഇവിടെ പുതുതായിട്ട് തുടങ്ങാൻ പറ്റത്തില്ല. പെട്ടിക്കട കണക്കായി ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കെന്ന് പറയുന്നത്. അപ്പം ഇനി അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്യൂ ഉള്ള കാര്യമായിരിക്കും. കാരണം ടെക്നോളജി വന്ന ശേഷം ഇപ്പോൾ ചെറിയൊരു പനിക്കോ ചുമയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി ഡോക്ടറെ കാണേണ്ടി വരത്തില്ല. ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല സംവിധാനങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇതിനകത്ത് അത്ര എന്താ പറയുക, അത്ര ലാഭകരമല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അല്ല നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കയറാന്ന് വെച്ചാൽ അതും അറിയാം, നല്ല ടഫാണ് ഇപ്പം ഗവൺമെൻറ്റിലോട്ട് കയറാന്ന് വെച്ചാൽ. അത്രയ്ക്ക് ആളുണ്ട്. ഇപ്പം ഞാനിപ്പം ചെയ്യുന്നത് ഫോറൻസിക് മെഡിസിനിലെ PG ആണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോറൻസിക്കിൽ ഇനിയിപ്പോൾ ഒരു ലിസ്റ്റ് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു PSC വിളിക്കുന്ന സമയത്ത് ആകെ വിളിക്കാൻ പോകുന്ന ഒരു 10-15 സീറ്റായിരിക്കും ആ പാഠം, ഫോറൻസിക് സർജൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ DMEക്കകത്ത് മെഡിക്കൽ കോളേജിനകത്തുള്ള ജോലിക്ക്. പക്ഷേ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു 400-500 പേരൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യും ആ ഒരു ചെറിയ സീറ്റിന് വേണ്ടി. അത്രയ്ക്ക് എന്താ പറയുക സീറ്റുണ്ട് ഇപ്പം PGസിന്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങളുടെ പാഷൻ ഉപയോഗിച്ച് പോവുക. സ്കില്ലുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടും. അതിപ്പം ഡാൻസ് ആണെങ്കിലും ആർട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. അതർ ദാൻ പ്രൊഫഷണൽ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒരു തുലാസി നിൽക്കുകയാണ്. ഓൺലി ടോപ്പ് പീപ്പിൾ, ഇപ്പം എയിംസോ അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർക്ക് വലിയ രീതിയിൽ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. അവർക്ക് നല്ല സ്റ്റൈഫൻഡ് അവിടെ ഉണ്ട്, അവിടെ തന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്താലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതിൽ തന്നെ വേറെ ഓപ്ഷൻസ് പലതുണ്ട് ഇന്നത്തെ കാലത്ത്. സോ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അവരെ സംബന്ധിച്ചോളം. ബാക്കിയുള്ളവർ സത്യം പറഞ്ഞാൽ തുലാസിലാണ്. അവരിൽ ഒരു 90% പേരും പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് FMGസിനെ പറ്റി സംബന്ധിച്ചോളം അതിലൊരു 90% പേര് FMG ക്ലിയർ ചെയ്യാറില്ല. അത് ക്ലിയർ ചെയ്യാത്ത അവരെ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല സ്ഥലത്തും ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഈ പ്രൊഫഷൻ വിട്ടുപോയവരുണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിൽ മുന്നോട്ട് പോയ ആൾക്കാരുണ്ട്, പുറം രാജ്യത്ത് പോയ ആൾക്കാരുണ്ട്, UK-ലും അങ്ങനെ പല രാജ്യങ്ങളിൽ പോയ ആൾക്കാരുണ്ട്, ഇവിടെ പറ്റാതെ. അങ്ങനെ പല രീതിയിലാണ് ആൾക്കാർ ജീവിക്കുന്നത് ഇപ്പം. അപ്പം ഓവറാൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് FMG സ്റ്റുഡൻസിനോട് അത്ര പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്കൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ MBBS പഠിക്കത്തുള്ളൂ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ വേറൊരാളുടെ പ്രഷറിൽ അല്ലെങ്കിൽ ഒരു 10-25 ലക്ഷം രൂപ ലോണിലൊക്കെ എടുത്ത് പഠിക്കുന്നത് 100% ഞാൻ പറയും ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപയോഗപ്പെടത്തില്ല. അത് പിന്നീട് ഉപദ്രവമായിട്ട് മാറത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ലൊരു ഹാർഡ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം +2 കഴിഞ്ഞ ശേഷം തന്നെ അന്ന് ആ ഒരു ടൈം പീരീഡ് തന്നെ ഇതിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിവിൽ സർവീസിലേക്ക് പോകാം. അല്ലെങ്കിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്ടം പോലെ ജോലിയുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇപ്പോൾ റെയിൽവേയിലാണെങ്കിലും മറ്റ് അനുബന്ധമായിട്ടുള്ള, റെയിൽവേ മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് ഉള്ളത്, ഒരുപാട് ജോലിയുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ. അവിടെയൊക്കെ കയറിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടിപ്പോകും. പിന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ നോക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അവർക്കറിയാം അവസ്ഥ എന്ന് പറയുന്നതാണ്. അവരുടെ ഒരു സീനിയേഴ്സ്, ഇപ്പോൾ എൻ്റെ ചേട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫെലോഷിപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകാനേ പറ്റത്തുള്ളൂ. അപ്പം പഠനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു യങ് ഏജിൽ തന്നെ ഒരു ജോലി കിട്ടി ആ ഒരു സെറ്റ് ആവണം. അപ്പം
ഒന്നുകിൽ ആർമി പോകാൻ പറ്റും, നല്ല രീതിയിലുള്ള ജോലി കിട്ടും, അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പ്രൊഫഷൻ എടുത്തിട്ട് പുറം രാജ്യങ്ങളിൽ പോകാം. അതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ഇവിടെ ഒരു MBBS ഡോക്ടറായിട്ട് ഇരിക്കുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആണ് അയർലാൻഡിലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിലോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോയി നഴ്സിങ്ങോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയോ ഒക്കെ പഠിച്ച് പോകുന്നതാണ്. കാരണം ഇവിടുത്തെ കിട്ടുന്നതിൻ്റെ ഒരു 10x അല്ലെങ്കിൽ 5x മോർ ശമ്പളവും കിട്ടും, നിങ്ങളുടെ ലൈഫും നല്ലതായിരിക്കും. കാരണം എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഇപ്പോൾ അയർലാൻഡിലുണ്ട്, നേഴ്സാണ്, എന്നോട് പണ്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം ഇടയ്ക്ക് സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് എവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ അയർലാൻഡിലെ നേഴ്സാണ്, ഞാൻ ശമ്പളം ചോദിച്ച സമയത്ത് ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാം, നമ്മുടേക്കാളും ഒരു 3-4 മടങ്ങാണ് എല്ലാം കഴിഞ്ഞ് അവർക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെയൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ പഠിച്ച് ഇവിടെ ജോലി സമയത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് മന്ത്ലി ഒന്ന് തള്ളി നീക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ നല്ല പാടാണ്. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്.